പാകിസ്ഥാനിലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വരുന്ന നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 1947 പിറന്ന കുട്ടിയല്ല, മറിച്ച് ഖിൽജിമാരുടെ കാലം തൊട്ട് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിക്കുന്ന തൊട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് സാക്ഷാത്കരിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് പാകിസ്ഥാനിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഹുസൈൻ ഹക്കാനി എന്ന് പറയുന്ന ഒരു ചരിത്രകാരനും ഒരു ചിന്തകനുമാണ് പാകിസ്ഥാനിലുള്ള. അദ്ദേഹം പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ഉള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ 19% ജനങ്ങളാണ് പാകിസ്ഥാനിൽ. 19% ജനങ്ങളും 17% റിസോഴ്സസ്. രാജ്യം എത്ര ന്യൂനപക്ഷമാണ് എന്ന് ആലോചിച്ചു. ഓൺലി 19% ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് 17% ഓഫ് ദ റിസോഴ്സസ്, ബട്ട് ദേ ഹാഡ് 33% ഓഫ് ദ ആർമി. അതാണൊരു വലിയ വ്യത്യാസം. കാരണം അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ നോർത്തേൺ ഹെഡ് ക്വാർട്ടേഴ്സ് റാവൽപിണ്ടിയിലാണ്. എൻ്റെ റാവൽപിണ്ടി മുഴുവൻ പാകിസ്ഥാന് കിട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറന്നു വീണ ഉടനെ, സാധാരണ മനുഷ്യക്കുട്ടികൾ എഴുന്നേറ്റ് നടക്കാറില്ല, 2-3 വർഷം ഒരുപാട് പരിലാളനകളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ പിറന്നു വീണ പാകിസ്ഥാൻ അടുത്ത മാസം തന്നെ കാശ്മീരിലേക്ക് തള്ളിക്കയറുന്നത് ഈ 33% വരുന്ന ആർമിയുടെ പിന്തുണത്താൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.